ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന. കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടിൽ നിർത്തിയിട്ട ജീപ്പ് തകർത്തു. വീടുകളുടെ മതിലുകളും തകർത്തു. ആനയെ കാടുകയറ്റാൻ ശ്രമം തുടരുകയാണ്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ ഭയം തോന്നുകയാണ്. ആന ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുകയാണോ? വനംവകുപ്പ് എത്തിയിട്ടുണ്ടോ? വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കീർത്തന. അതായത് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ കരുവാരക്കുണ്ടിലെ തന്നെ അരമണൽ എന്ന് പറയുന്ന ഭാഗത്ത് ആനയെ ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കാണുന്നത്. വിദ്യാർത്ഥികൾ അരമണൽ ഭാഗത്തു കൂടി കരുവാരക്കുണ്ട് എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടി ബൈക്കിൽ കടന്നു പോകുന്ന സമയത്ത് അവർ മൊബൈലിൽ ഒരു വ്ലോഗ് ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ആന ആ മൊബൈൽ ദൃശ്യത്തിൽ പെടുന്നത്. വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ആന കുതിച്ചെത്തുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഉടനെ തന്നെ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ ആനയാണ് ഇപ്പോൾ ആ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിച്ചിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇപ്പോഴും ആന തുടരുകയാണ്. ഈ ഭാഗത്തെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടിൽ നിർത്തിയിട്ട ജീപ്പ് ആന തകർത്തിട്ടുണ്ട്. കരുവാരക്കുണ്ട് കിഴക്കേത്തല കണ്ണത്ത് ഭാഗത്താണ് ഇപ്പോൾ ആന തുടരുന്നത്. വീടുകളുടെ ചുറ്റുമതിലുകൾ ഉൾപ്പെടെ ആന തകർത്തിട്ടുണ്ട്. പോലീസ്, വനം ഉദ്യോഗസ്ഥർ വനത്തിലേക്ക് തിരികെ കയറ്റാൻ ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. ഈ മേഖലയിൽ നേരത്തെ തന്നെ വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്ത മേഖലയാണ്. തുടർച്ചയായിട്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശം കൂടിയാണിത്. അവിടെയാണ് ഇപ്പോൾ സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് ഈ കാട്ടാന. അതിപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഈ അങ്ങാടിയിലൂടെയൊക്കെ തന്നെ ആന കടന്നു പോകുന്ന സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിശേഷം മലയോര മേഖലയാണ്. രാവിലെയൊക്കെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ പുറത്തിറങ്ങുന്ന ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നിലവിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഈ കാട്ടാന മൂലം ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിവേഗം തുരത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഭീതി സൃഷ്ടിച്ചിപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ അതിനെ ഉൾവനത്തിലേക്ക് തുരത്തിയില്ലെങ്കിൽ അത് ഒരുപക്ഷെ നേരം പുലരുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ കണ്ണത്ത് ഭാഗത്ത് ആന തുടരുന്നത് വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുന്നുണ്ട്. കീർത്തന, ശരി. മലപ്പുറം കരുവാരക്കുണ്ടിലാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന എത്തിയത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പ്രദേശത്ത് തുടരുകയാണ് കാട്ടാന. ഒരു ജീപ്പ് തകർത്തു. വീടിന്റെ മതിലുകളും തകർത്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്.